ഞാൻ പലരോടും ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് കുറേ നാൾ കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായത് മറ്റുള്ളവർക്ക് അത് ഒരു കഥ മാത്രമാണ്. ഓക്കെ, നമ്മൾ ജീവിച്ചു തീർത്തത് ഒவ்வொരു സെക്കൻഡും എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്കല്ലേ അറിയുള്ളൂ. അത് ഒരു 10 മിനിറ്റ് കൊണ്ടോ 5 മിനിറ്റ് കൊണ്ടോ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു കോഫി വിത്ത് സ്നേഹ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഒരു ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകളുടെ പ്രൈവസി റെസ്പെക്ട് ചെയ്തുകൊണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കണം എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. വളരെ ഇൻട്രൂസീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ലൈക്ക് ദർ റിലേഷൻഷിപ്പിനെ കുറിച്ചോ, അല്ലെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ മാറ്റേഴ്സിനെ കുറിച്ചോ, അല്ലെങ്കിൽ അവരുടെ ഫാമിലി ഇഷ്യൂസിനെ കുറിച്ചോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസിനെ കുറിച്ചോ, അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പാടില്ല എന്ന് കരുതുന്ന ആൾ തന്നെയാണ് ഞാൻ. അപ്പം ചിലപ്പോൾ അവരുടെ ചില ക്വസ്റ്റ്യൻസിന് അവർക്ക് ആൻസർ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ അവരുടെ ആ ഒരു ഡിസിഷനെ റെസ്പെക്റ്റ് ചെയ്യണം. മറിച്ച് വീണ്ടും വീണ്ടും കുത്തി അത് തന്നെ ചോദിക്കുകയല്ല വേണ്ടത്. മറിച്ച് അവർക്ക് ഇവരുടെ പുതിയ പ്രോജക്ട്സിനെ കുറിച്ചോ, അല്ലെങ്കിൽ അവരുടെ ഫ്യൂച്ചർ പ്ലാൻസിനെ കുറിച്ചോ, അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും അച്ചീവ്മെന്റ്സിനെ കുറിച്ചൊക്കെ ചോദിക്കാവുന്നതാണ്. ഇത്തരത്തിലുള്ള ഒരു ഇന്റർവ്യൂവിനെയാണ് ഞാൻ ഒരു ബെസ്റ്റ് ഇന്റർവ്യൂ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം മേഘ്ന വിൻസെന്റിന്റെ ഒരു ഇന്റർവ്യൂ ഞാൻ കാണാനിടയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ മേഘ്ന വിൻസെന്റിനെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ചന്ദനമഴ എന്ന സീരിയലിൽ അമൃത എന്ന് പറഞ്ഞാൽ പിന്നെ അവർക്ക് വേറൊരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പം ഇവരെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ രമ്യ ആയിരുന്നു. അതുപോലെ തന്നെ രമ്യനെയും എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു. വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു TV ആങ്കറാണ് രമ്യ. ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് യൂട്യൂബിൽ വളരെ സജീവമായിട്ട് കാണുന്നുണ്ട്. അപ്പം ഇവരുടെ അടുത്ത് നിന്ന് ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത അത്രയും ചീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇവരുടെ മേഘനയുമായിട്ടുള്ള ഇന്റർവ്യൂവിൽ കാണാനിടയായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചീപ്പ് എന്നുള്ള വേർഡ് തന്നെ ഞാൻ യൂസ് ചെയ്യാണ്. കാരണം ആ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഒരിക്കലും ഇവരുടെ അടുത്ത് നിന്ന് ഇത്തരത്തിലുള്ളൊരു ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ചീപ്പ് എന്നുള്ള വേർഡ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. മേഘ്ന വന്നിട്ട് ഒരു നല്ലൊരു കൾച്ചറുള്ള ഒരു ഫാമിലിയിൽ നിന്ന് വന്നിട്ടുള്ളത് കൊണ്ട്, നല്ലൊരു ക്യാരക്ടർ ഉള്ളത് കൊണ്ട് അവർ ചോദിച്ചിട്ടുള്ള ഇത്രയും ചീപ്പായിട്ട് ക്വസ്റ്റ്യൻസിന് വളരെ മാന്യമായിട്ട് ആണ് അവർ ആൻസർ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമുക്ക് ഇതുപോലെ ഇപ്പം എന്തെങ്കിലും ഒരു നമ്മൾ ചെയ്തു പോയി കഴിഞ്ഞപ്പോൾ ബെസ്റ്റ് എന്ന് തന്നെ വിചാരിച്ച് നമ്മളത് സെലക്ട് ചെയ്തു. പക്ഷെ അത് നമ്മൾ പിന്നീടാണ് നമ്മൾ റിയലൈസ് ചെയ്യുക, അയ്യോ ഇതിവിടെ എൻ്റെ സെലക്ഷൻ തെറ്റിപ്പോയി, ഇത് എനിക്ക് ബെസ്റ്റ് ആയിരുന്നില്ല, ഞാൻ അവിടെ കുറച്ചും കൂടെ ആലോചിക്കേണ്ടിയിരുന്നു, ഒന്നും കൂടെ തിങ്ക് ചെയ്തിരുന്നെങ്കിൽ, ഈ ഒരു ഭാഗം ഞാൻ ചിന്തിച്ചില്ലല്ലോ, ഇങ്ങനെ പല പല ചോദ്യങ്ങൾ നമുക്ക് പിന്നീട് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അത് ആർക്കാണേലും അതെ. അപ്പൊ അങ്ങനത്തെ ഒരു ഇൻസിഡന്റോ, അങ്ങനത്തെ കുറച്ച് മറു ചോദ്യങ്ങളോ, അല്ലെങ്കിൽ അവർ അങ്ങനത്തെ ഒരു റിഗ്രറ്റ് ചെയ്യേണ്ട ഒരു മൊമെന്റോ, അങ്ങനെ എന്തെങ്കിലും ലൈഫിൽ നമ്മൾക്ക് എല്ലാം നമ്മൾ ചെയ്യുന്നത് കറക്റ്റ് ആവണമെന്നില്ല. ചില മിസ്റ്റേക്സ് നമ്മൾക്ക് ഉണ്ടായിട്ടുണ്ടാവാം, ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടാവാം. അത് തിരിഞ്ഞു നോക്കുമ്പോൾ ചിലപ്പോൾ മിസ്റ്റേക്ക് ആയി പോയിട്ടുണ്ടാവും. പക്ഷെ അത് റിഗ്രറ്റ് ചെയ്ത് ഞാൻ ഇരിക്കത്തില്ല. ഐ ട്രൈ ടു കറക്റ്റ് ഇറ്റ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു കുത്തിയുള്ള ചോദ്യങ്ങൾ. അവരുടെ ഡിവോഴ്സ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 6 ഇയേഴ്സ് എങ്ങാനും കഴിഞ്ഞിട്ടുണ്ടാവും. ആ ഒരു കാര്യങ്ങളൊക്കെ മറന്നുകൊണ്ട് മേഘന അവരുടെ ലൈഫിൽ ഒരുപാട് മുന്നോട്ടേക്ക് ഇപ്പോൾ പോയിട്ടുണ്ട്. അവരുടെ ലൈഫ് അതിനുശേഷം ഒരുപാട് കാര്യങ്ങൾ അവരുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പം അതിനെക്കുറിച്ചൊന്നും ഈ രമ്യക്ക് അറിയണ്ട. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും രമ്യക്ക് ചോദിക്കാൻ താല്പര്യമില്ല. എങ്ങനെയെങ്കിലും ഈ ഒരു ഡിവോഴ്സിൻ്റെ ഒരു റീസൺ അവർക്ക് അറിയണം. കാരണം ആ ഒരു ഡിവോഴ്സ് എന്തുകൊണ്ടാണ് അവർ ഡിവോഴ്സ് ആയെന്നുള്ള ആ ഒരു കാര്യം മേഘന എവിടെയും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു കാര്യം ഇവർക്ക് കിട്ടുവാണെങ്കിൽ നല്ല എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ മേഘനയുടെ ഡിവോഴ്സിന്റെ കാരണം എന്നുള്ളത്. അപ്പോൾ ആ ഒരു എക്സ്ക്ലൂസീവ് ന്യൂസ് വെച്ചിട്ട് ഇവരുടെ ഈ ഒരു വീഡിയോ ഭയങ്കര വൈറലാക്കണം. അതിന് വേണ്ടിയിട്ടാണ് രമ്യ ഈ ഒരു കാര്യം കുത്തി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ചീപ്പായിട്ടുള്ള ഒരു രീതിയാണ് ഇപ്പോൾ രമ്യ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും കൊച്ചാണ് രമ്യയുടെ അടുത്ത് തോന്നുന്നത്. ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള രമ്യ ഇത്തരം ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പം അതിപ്പോൾ എന്തിന്റെ പേരിലാണെങ്കിലും, ഈവൻ ആ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് നേരത്തെ കൊടുത്ത ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ കൂടെ അതെന്തായാലും അവരത് വായിച്ചു നോക്കിയിട്ടുണ്ടാവുമല്ലോ. ഇത്തരം ക്വസ്റ്റ്യൻസ് എനിക്ക് ചോദിക്കാൻ താല്പര്യമില്ല എന്ന് പറയാനുള്ള ഒരു മനോധൈര്യമെങ്കിലും രമ്യക്ക് ഉണ്ടാവണം. രമ്യ ഒരു സ്ത്രീയല്ലേ, നിങ്ങളുടെ അടുത്ത് ഇങ്ങനെയൊക്കെ ചോദിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നുള്ളത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും പ്രായമൊക്കെ ഉണ്ടെന്ന് കരുതുന്നുണ്ട്. അപ്പം ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ കയ്യിലോട് തരുമ്പോൾ എനിക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ കഴിയില്ല എന്ന് പറയാനുള്ള ഒരു ആർജവം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടും ഇതൊക്കെ പറയാനായിട്ടുള്ള ഒരു ധൈര്യം നിങ്ങൾക്ക് ഇതുവരെ വന്നിട്ടില്ലേ? സെലക്ഷൻ തെറ്റാണോ എന്ന്? കല്യാണം എന്ന് പറയുന്നത് ഒരു ലക്കാണ്. ഇപ്പം എത്ര നാള് പരിചയപ്പെട്ടു, എത്ര നാള് പ്രണയിച്ച് കല്യാണം കഴിച്ചതാണെന്ന് പറഞ്ഞാലും ആഫ്റ്റർ മാരേജ് മാത്രമേ റിയൽ ക്യാരക്ടർ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. ഇവരുടെ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുമാതിരി കളിയാക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആറ്റിറ്റ്യൂഡൊക്കെ കാണുവാണെങ്കിൽ ഭയങ്കര ഇന്റലക്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് പോലെയാണ് ഇരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഭയങ്കര ബോറായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെന്ന് എന്തുകൊണ്ടാണ് ഇവർക്ക് മനസ്സിലാവാത്തതെന്ന് അറിയുന്നില്ല. അതുപോലെ തന്നെ മേഘന നല്ലൊരു ക്യാരക്ടറുള്ള ആളായതുകൊണ്ട് മാന്യമായിട്ട് ആൻസർ ചെയ്യുന്നു മാത്രം.
ഓക്കെ, ശരി. അപ്പൊ ഈ ഒരു പോയിന്റും കൂടെ ആയിട്ട് ഞാൻ വേറൊന്നും കൂടെ കണക്ട് ചെയ്തോട്ടെ. ഇപ്പം കുറച്ച് പക്വത എത്തിയ ഒരാളാണെന്ന് എല്ലായിടത്തും പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലും എപ്പോഴും എല്ലാം സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഡിവേഴ്സും കാര്യങ്ങളും എല്ലാം. ഇന്നിപ്പോ എനിക്ക് തന്നെ തോന്നുന്നില്ല നമുക്കിപ്പോ അത് സെറ്റ് ആവുന്നില്ലെങ്കിൽ എല്ലാവരും അത് ഒരുമിച്ച് ഒരേ റൂഫിനടിയിൽ പരസ്പരം വഴക്കിട്ട് നിൽക്കുന്നതിലും എത്രയോ നല്ലതാണ് നമ്മൾ സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് നമ്മൾ പിരിയുന്നത്, അല്ലേ? സ്നേഹത്തോടെ പറഞ്ഞ് പിരിയുക. ആൻഡ് ഇറ്റ്സ് ഇത് കോമൺ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ പ്രത്യേകിച്ചും സെലിബ്രിറ്റീസ് ആകുമ്പോൾ ഒബ്വിയസ്ലി നമ്മുടെ പബ്ലിക് അതിനെ ഇട്ടിട്ട് കുറച്ച് ജാസ്തി അതിനെക്കുറിച്ച് പറയും എന്നുള്ളത് മാത്രം. എന്നാലും ഞാൻ പേഴ്സണലി ചോദിക്കുന്ന ചോദ്യം ആയതുകൊണ്ട് വേറൊന്നും വിചാരിക്കരുത്. മേഘനയ്ക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ആൻസർ ചെയ്താൽ മതി. വേറെ ഇന്റർവ്യൂസിലൊന്നും കണ്ടിട്ടുമില്ല, അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഇങ്ങനെ ഒരു പേഴ്സൺ, ഇതൊക്കെ കുറേ കൂടെ പേഴ്സണൽ ആണ് ഉത്തരങ്ങൾ, ബട്ട് സ്റ്റിൽ ഇങ്ങനെ ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്ന പബ്ലിക്കിലേക്ക് വേണ്ടിയിട്ട് ഒന്ന് ഇതാക്കാനായിട്ട് എന്തുകൊണ്ടായിരിക്കാം ആ ഒരു തീരുമാനം വേണ്ടാന്ന് വെച്ചത്? കാരണം ഇതിനെപ്പറ്റി പാവം അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന ഡിംപിളും ഒക്കെ ഒരുപാട് ഫേസ് ചെയ്യുന്നുണ്ട്, അല്ലേ? ചോദ്യങ്ങളും മറു ചോദ്യങ്ങളും ഒക്കെ ആയിട്ട്. അപ്പൊ അതിനൊക്കെ ഒരു ഇത് നിർത്താൻ വേണ്ടിയിട്ട് ആ ഒരു 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 ഡയലോഗ് പോലെ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടോ എന്തെങ്കിലും മനസ്സിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? ഇങ്ങനെ കമന്റ്സ് വരുന്നതിനെ പറ്റിയ ഞാൻ ഒരിക്കലും റെസ്പോണ്ട് ചെയ്തിട്ടില്ല. അതാ ഞാൻ ചോദിക്കണം. ഇങ്ങനെ നമ്മൾ തെന്നിമാറി പോവാതെ, നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ അത് നിങ്ങൾക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ, അല്ലെ? മറ്റുള്ളവരുടെ അടുത്ത് പറയുമ്പോൾ എനിക്ക് ശരിയെന്നോ തോന്നുന്നത് ഒരിക്കലും മേഘനയ്ക്ക് ശരിയായിരിക്കില്ല. പക്ഷെ നമ്മൾ എല്ലാവർക്കും എല്ലാവരുടേതായിട്ടുള്ള റീസൺസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ബീങ് എ സെലിബ്രിറ്റി, നിങ്ങളിങ്ങനെ ഒരുപാട് ഇങ്ങനെ ഓരോരോ ആൾക്കാരുടെ നിൽക്കുമ്പോൾ നമുക്കത് വാലിഡ് ആയിട്ടുള്ള ഒരു റീസൺ പറഞ്ഞ് നമുക്ക് എപ്പോഴും തെന്നി മാറുണ്ടല്ലോ. നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇത് പറയുമ്പോൾ നമുക്ക് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാനായിട്ട് എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എന്തെങ്കിലും അങ്ങനെ പറയാൻ പറ്റുമെങ്കിൽ മാത്രം. ഞാൻ നിർബന്ധിക്കുന്നില്ല, ഇറ്റ്സ് ഓൾ അപ് ടു യു. ഞാൻ ഇതുവരെ റെസ്പോണ്ട് ചെയ്തിട്ടില്ല. ചേച്ചി എപ്പോഴും എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഇതുപോലെയുള്ള ഡിപ്രഷൻ ടൈമിലും ഇതുപോലെ ഞാൻ പറഞ്ഞ ഭയങ്കര ഷോക്കായിരുന്നു എന്നുള്ളത്. ആ സമയത്തായാലും ഞാൻ പലരോടും ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് കുറേ നാൾ കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായത് മറ്റുള്ളവർക്ക് നമ്മൾക്കാണ് അത് ഫീലിങ്സ്, മറ്റുള്ളവർക്ക് അത് ഒരു കഥ മാത്രമാണ്. അതെ, ഓക്കെ. നമ്മൾ ജീവിച്ചു തീർത്തത് ഒவ்வொരു സെക്കൻഡും എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്കല്ലേ അറിയുള്ളൂ. അത് ഒരു 10 മിനിറ്റ് കൊണ്ടോ 5 മിനിറ്റ് കൊണ്ടോ നമ്മൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഇൻകേസ് അത് എക്സ്പ്ലെയിൻ ചെയ്താൽ പോലും അതൊരു 10% പോലും അത് മനസ്സിലാവില്ല. ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവില്ല. ഓക്കെ, സോ ഐ ഡിസൈഡ് നോട്ട് ടു റെസ്പോണ്ട്. ഓക്കെ. ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ മേഘനയുടെ മുഖത്തേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ശരിക്കും മനസ്സിലാവും അവർ എത്രമാത്രം അൺകംഫർട്ടബിൾ ആണ് എന്നുള്ളത്. അവർക്ക് ഈ ഒരു ക്വസ്റ്റ്യനോട് ആൻസർ ചെയ്യാൻ ഒട്ടും താല്പര്യം ഇല്ല എന്നുള്ളത് അവരുടെ മുഖത്തുനിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നിട്ടും രമ്യ വന്നിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകാനായിട്ടാണ് ശ്രമിക്കുന്നത്. ഈ ഒരു ഇന്റർവ്യൂ മുഴുവൻ മേഘനയുടെ ഡിവോഴ്സ് എന്തിനാണ് നടന്നതെന്നുള്ളത് അറിയാനായിട്ടാണ് ഇവർ ശ്രമിക്കുന്നത്. എങ്ങനെയും മേഘനയുടെ ഡിവോഴ്സിന്റെ കാരണം അറിയണം എന്നുള്ള ആറ്റിറ്റ്യൂഡിലാണ് ഇവർ ക്വസ്റ്റ്യൻസ് മുഴുവൻ ചോദിക്കുന്നത്. നമ്മൾ ഒരാൾ അൺകംഫർട്ടബിൾ ആണ് എന്ന് തോന്നി കഴിയുമ്പോഴത്തേക്കും ആ ഒരു ടോപ്പിക്ക് വിട്ട് വേറൊരു ടോപ്പിക്കിലേക്ക് പോവാണ്. പക്ഷെ ഇവർ ആ ഒരു ടോപ്പിക്കിൽ നിന്ന് ഈ ഒരു ക്വസ്റ്റ്യന് ആൻസർ കിട്ടിയേ പറ്റൂ എന്നുള്ള രീതിയിലാണ് പെരുമാറിക്കൊണ്ടിരുന്നത്. ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ഇവർ മഞ്ജു വാര്യരുടെ അടുത്ത് ചോദിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? മേഘ്ന അവിടെ നിന്നൊക്കെ ഒരുപാട് ദൂരം സഞ്ചരിച്ച് പുതിയ പ്രോജക്റ്റുകളൊക്കെ ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കുവാണ്. അതുപോലെ തന്നെ അവരുടെ എക്സ് ഹസ്ബൻഡ് കല്യാണമൊക്കെ കഴിച്ചു, ഭാര്യയും മക്കളൊക്കെ ആയിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കുകയാണ്. അപ്പോൾ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഇവർക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ് ചോദിക്കാനുള്ളത്. അവർ ഇന്റർവ്യൂ ത്രൂ ഔട്ട് കാണുവാണെങ്കിൽ ഇവരുടെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് തന്നെ മേഘനയുടെ ഡിവോഴ്സ് ആണെന്ന് തോന്നിപ്പോകുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവർ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ രണ്ടുപേരും അവരുടെ ലൈഫായിട്ട് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ഇടയിൽ എന്തിനാണ് ഇത്രയും നിലവാരമില്ലാത്ത ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്? ഈ ഒരു മുഴുവൻ വീഡിയോ കണ്ടപ്പോഴേക്കും എനിക്ക് റമ്യയുടെ അടുത്ത് പറയാനായിട്ട് തോന്നുന്നത് ഒരേ ഒരു കാര്യമാണ്, അടുത്തിരിക്കുന്നവൻ്റെ ഉള്ളെന്ന് അറിയാനായിട്ട് ശ്രമിക്കുക എന്നാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് റീച്ച് കിട്ടാനും അല്ലെങ്കിൽ വൈറൽ ആവാനൊക്കെ വേണ്ടിയായിരിക്കാം. എന്നിരുന്നാലും അവർക്ക് ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത, അവർക്ക് പറയാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചോദിക്കാതിരിക്കുക. ബി മൈൻഡ്ഫുൾ ഓഫ് ദെയർ ബൗണ്ടറീസ് ആൻഡ് റെസ്പെക്ട് ദെയർ ഡിസിഷൻസ് എന്ന് പറഞ്ഞതുകൊണ്ട് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.